ഇത് ഇതൊരു സിനിമ റെക്കമെൻഡേഷൻ ഉണ്ട് കേട്ടോ. പക്ഷേ നിങ്ങൾ ഈ സിനിമകൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും നിങ്ങൾ കാണാം. അപ്പോൾ ചില ഡയറക്ടേഴ്സ് ഉണ്ട്, അവർ ഒരു സിനിമ ചെയ്തതിന് ശേഷം പിന്നെ സിനിമകൾ ചെയ്തിട്ടില്ല. ഫസ്റ്റ് സിനിമ നല്ല കിഡിലൻ സിനിമ തന്ന ഡയറക്ടേഴ്സിനെ പറ്റിയും അവരുടെ നെക്സ്റ്റ് സിനിമകളെ പറ്റിയൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. എബി എന്ന് പറഞ്ഞ സിനിമയാണ്. ഒരു ആക്ടർ ഡയറക്ടറാണ് ഈ സിനിമ, ശ്രീകാന്ത് മുരളി, നിങ്ങൾക്ക് അറിയായിരിക്കും. പുള്ളിയുടെ ഒരു നല്ല സിനിമ. എനിക്ക് തോന്നുന്നു ഈ സിനിമ കുറച്ച് കോൺട്രവേഴ്സി ആയിരുന്നു ഇറങ്ങുന്ന സമയത്തൊക്കെ. കാരണം ഈ സിനിമ വിമാനം എന്ന് പറഞ്ഞ പൃഥ്വിരാജിൻ്റെ സിനിമയായിട്ട് സ്ക്രിപ്റ്റൊക്കെ സെയിം ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നങ്ങളും കോടതിയിൽ പോവുകയും അങ്ങനെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കോടതി എൻ്റെ വിധി പറഞ്ഞു അത് അങ്ങനെ അല്ല എന്നുള്ളത്. അവിടെ നല്ല കിടിലുള്ള സിനിമയാണ്. എനിക്ക് വിമാനം ഇതും കണ്ടിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ട സിനിമ എബി എന്ന് പറഞ്ഞ സിനിമയാണ്. വിനീത് ശ്രീനിവാസൻ്റെ പെർഫോമൻസും ഭയങ്കര സൂപ്പറായിരുന്നു. നല്ലൊരു കിടിലൻ എൻഗേജിങ് ആയിട്ടുള്ള നല്ല കിടിലൻ സിനിമയാണ്. എനിക്ക് തോന്നുന്നു 2017 കണ്ടായിരുന്നു തോന്നുന്നു ഈ സിനിമ വന്നത്. അതിനുശേഷം പിന്നെ ശ്രീകാന്ത് മുരളി വേറെ സിനിമകൾ ചെയ്തിട്ടില്ല, വേറെ അനൗൺസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അതുപോലെ തന്നെ സൗബിൻ സായർ, പറവ കാണാത്ത ആരും ഉണ്ടാവില്ല. പുള്ളിയുടെ പറവയ്ക്ക് ശേഷം വേറെ സിനിമ വന്നിട്ടില്ല. അനൗൺസ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ദുൽഖറുമായിട്ടൊക്കെ ഉള്ള അടുത്ത സിനിമയും അതൊരു അനൗൺസ്മെൻറ്റിന് ശേഷം അതല്ല വേറൊരു സിനിമ ദുൽഖറുമായിട്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ അനൗൺസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതുവരെ വന്നിട്ടില്ല. സൗബിൻ സായറിൻ്റെ അടുത്തൊരു സിനിമ നമ്മൾ ഭയങ്കരമായിട്ട് പ്രതീക്ഷ നമുക്കുണ്ട്. നല്ലൊരു സിനിമയായിരിക്കും. അടുത്തൊരു സിനിമ അത്രത്തോളം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. അടുത്തത് അനൂപ് സത്യൻ എന്ന് പറഞ്ഞാൽ സത്യനന്ദിക്കാടിൻ്റെ മകൻ. അതുപോലെ തന്നെ അതിനപ്പുറത്തേക്ക് വരണേ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് സിനിമയുടെ ഡയറക്ടർ. ഭയങ്കര സോൾഫുൾ ആയിട്ടുള്ള ഒരു കിടിലൻ സിനിമ. അതും കാണാത്തവരായിട്ട് ആരും ഉണ്ടായില്ല. ഒന്ന് സുരേഷ് ഗോപി എന്ന് പറഞ്ഞ ആക്ടറിൻ്റെ കുറേ കാലത്തിന് ശേഷം പുള്ളി സിനിമകൾ ചെയ്യുമ്പോൾ എനിക്കൊന്ന് പുള്ളി വന്നതിന് ശേഷം ചെയ്ത ഏറ്റവും ബെസ്റ്റ് സിനിമ. വരണേ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ സിനിമ ചെയ്തതിന് ശേഷം അനൂപ് സത്യം വേറെ സിനിമകൾ ചെയ്തിട്ടില്ല. ഉറപ്പായിട്ടും ഡിസ്കഷൻസും എഴുത്തും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും. ബട്ട് ഒരു അനൗൺസ്മെൻറ്റ്സും ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു. ഈ അടുത്ത സിനിമകളൊക്കെ ഒരു 2023 കാലഘട്ടത്തിൽ ചെയ്ത ഡയറക്ടേഴ്സിൻ്റെ ആണ്. അവർ പലതും അനൗൺസ് ചെയ്തിട്ടുണ്ട്, ചിലർ അനൗൺസ് ചെയ്തിട്ടില്ല. ഒന്ന് ആനന്ദ് ദേഗർഷി എന്ന് പറഞ്ഞ ഡയറക്ടർ, ആട്ടോ എന്ന് പറഞ്ഞ കിട്ടിലൻ സിനിമ ചെയ്തൊരു ഡയറക്ടർ. അതിനുശേഷം എനിക്കൊന്ന് പ്രകാശ് രാജിൻ്റെ കൂടെയൊക്കെയുള്ള ഒരു അടുത്തൊരു സിനിമ പുള്ളി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സുധി മാഡിസൺ, നെയ്മർ എന്ന് പറഞ്ഞ സിനിമ ഒരു കിടിലൻ പെറ്റ് ബേസ്ഡ് ഒരു പരിപാടിയായിരുന്നു. സിനിമയ്ക്ക് ശേഷം അടുത്തത് പുള്ളിയും ഒരു സിനിമ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സോബി വർഗീസ് രാജ്, കണ്ണൂർ സ്ക്വാഡ് എന്ന് പറഞ്ഞ മമ്മൂക്കയുടെ സിനിമ. അതിനുശേഷം പുള്ളിയും സിനിമ ചെയ്തിട്ടില്ല. ഹോപ്പ്ഫുള്ളി അവരുടെ സിനിമകൾ ഈ വർഷമോ അടുത്ത വർഷമൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും.